എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി യു കെ സാറിനോട് ഒരു കാര്യം പറയാം. അവാർഡ് ജേതാവിനെ ബന്ധപ്പെട്ട് രണ്ട് വാക്ക് ക്ഷേമം പറയാം. ചൂടുകൊണ്ടാണ് പറയുന്നത്. സമയ ചാരിറ്റബിൾ ട്രസ്റ്റ് 2024 ഫസ്റ്റ് അവാർഡാണ് നമ്മൾ ഇവിടെ ജീവകാരുടെ പ്രവർത്തക അവാർഡ് നടത്തുന്നത്. സത്യത്തില് ഇവിടെ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ ഈ കെ ദേവി പുതിയ പറഞ്ഞു. ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ചെയർമാൻ വ്യക്തമായി പറഞ്ഞു 103ഓളം എൻട്രികൾ വന്നു. പല ജീവകാരുടെ പ്രവർത്തകരുടെയും പ്രവർത്തനങ്ങൾ കണ്ടുമ്പോൾ സത്യത്തിൽ സദയത്തിന്റെ പ്രവർത്തനം ഒന്നല്ല ഞങ്ങൾ കൂടിയിട്ടില്ല. പക്ഷേ സൂര്യയുടെ തീരുമാനം ദൈവത്തിന്റെ എതിരോട് അത് തന്നെയാണ്. നന്മയുടെ മാതാവായ ദേവിക്ക് ഇനി വേദിയിൽ എത്തുവാനും യുകെസാറിനടുത്ത് ഈ അവാർഡ് വാങ്ങുവാനൊക്കെ കഴിഞ്ഞത് അതിന് സദയത്തിന്റെ ഹൃദയം തന്ന ഒരു ബിഗ് സല്യൂട്ട് ഞാൻ സമ്മാനിക്കുന്നു. ഹൃദയപൂർവ്വം അതിനെപ്പറ്റി രണ്ട് വാക്ക്. നമുക്കറിയാം, മഴയായാലും വെയിലായാലും പ്രളയമായാലും ആർത്താലായാലും എന്ത് സംഭവിച്ചാലും സ്വന്തം വീട്ടിൽ നിന്ന് 21 കിലോമീറ്റർ താണ്ടി കണ്ണൂർ സ്റ്റേറ്റിലേക്ക് വരികയും കുറച്ച് കിലോമീറ്റർ എടുക്കുകയും അത് വിറ്റിട്ട് അതിന്റെ വരുമാനം ഒരു വിഹിതം ഇന്നും പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ അവാർഡ് ജേതാവ് അല്ലാണ്ടുണ്ടായി. രസിക്കുന്നവന്റെ മുന്നിൽ അല്ലെങ്കിൽ ദാഹിക്കുന്നവന്റെ മുന്നിൽ ഒരൊറ്റ ചിന്തയോട് വിശപ്പ് മാറുവാനും അവർ കാരണം വിശപ്പ് കൊടുക്കുന്നത് അവരായിരിക്കും അവരുടെ ദൈവം. രണ്ടാമത്തെ ഓപ്ഷൻ പിന്നെയാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ന് നമ്മൾ ഇവിടെ നന്മയുടെ മാതാവിനെ എത്തിയിട്ടുള്ളത്. സമയം ടീമിന് ആ അവാർഡ് കൊടുക്കുവാനും ഒക്കെ നല്ല സന്തോഷമുണ്ട്. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. കാരണം എന്താണെങ്കിൽ ഇവിടെ ഓരോ രൂപ നമുക്ക് കിട്ടിയിട്ടായാലും മക്കളുടെ ഉള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ നിങ്ങൾ ഇനി പോകേണ്ട, ഈ 72 വയസ്സിലെ പഠിച്ചു പോകേണ്ട, മറ്റുള്ള കാര്യത്തിൽ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയുന്ന സമയത്ത് രാവിലെ 6 മണി ഉണ്ടെങ്കിൽ രാത്രി 7 മണി വരെ ജനങ്ങളുമായി സമ്പർക്കം. അവിടെയാണ് ശരിക്കും ഒറ്റയാൻ പെട്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം സ്നേഹത്തോടു കൂടി തന്നെയാണ് സദയത്തിൽ ഈ അവാർഡ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ആശാവർക്കരെ സത്യത്തിൽ ഇവരെ ആദരിക്കല്ല. നേരത്തെ ചെയർമാൻ പറഞ്ഞ് വ്യക്തമായി തന്നെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുക്കാളിലൂടെ കിടക്കുന്ന ആശാവർക്കരാണ്. അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു പക്ഷേ സമയത്തിന് കഴിയുമില്ല. പക്ഷെ അവർ ഈ സമയത്ത് സമൂഹത്തിൽ ചേർത്ത് പിടിക്കുവാനും നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളൊപ്പം ഉണ്ട് എന്നൊരു വാക്ക് പറയാനും ഇന്ന് സമയം കഴിയും. മറ്റുള്ള ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായും ആശാവർക്കന്മാർക്ക് ഞങ്ങളെ വിളിക്കാം. ഭൂമിയിലുള്ള മാതാപിതാക്കന്മാർക്ക് ഞങ്ങൾ വിളിക്കാം. ഞങ്ങളൊപ്പം ഉണ്ടാകും. അവർക്ക് ഈ വേദിയിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങളും ഒക്കെ അറിയിക്കാൻ. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ് വെയിലാണ് ഇവിടെ യുകെസാർ കാത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി നമുക്കറിയാം, ഇന്ന് ലഹരി മൊത്തത്തിൽ എല്ലാവർക്കും അറിയുന്നു. നമ്മളെല്ലാവരും പേടിക്കുന്നില്ല ആളാണ് ലഹരി. കാരണം എനിക്കാണെങ്കിൽ നമ്മളെ മനസ്സിന്റെ ബുദ്ധിയെ നശിപ്പിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഓരോ ഈ എന്താ പറയുക അറിവുകൾ നമുക്ക് ലഹരിയാക്കാം. അതുപോലെ നമുക്ക് ലഹരിയാക്കാം. അത്തരം രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഇന്ന് ഈ സമൂഹത്തിൽ ഈ അവാർഡ് ചടങ്ങുകൾ ഒരാൾ പോലും സദയത്തിന്റെ വാക്കിൽ അഭിനന്ദനങ്ങളും ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് അമ്മയുടെ ഒരിക്കൽ കൂടി ഞങ്ങൾ സ്നേഹത്തോടു കൂടി ഈ സദയത്തിന്റെ അവാർഡ് ഏറ്റുവാങ്ങുവാൻ ധൈര്യം